ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നവാസുദ്ദീൻ സിദ്ദിഖിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഇറസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ വലിയ വലിയ ആക്ട്രസിനെ ശ്രദ്ധിക്കാറേയല്ല. ഒരു ആക്ട്രസ് ചിത്രാംഗത സിനിമയുടെ പകുതിയിൽ വെച്ച് അവർ പുറത്തുപോയി. അതെ, സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സിനിമയുടെ പകുതിയിൽ വെച്ച് അവർ പുറത്തു. താങ്കൾ അങ്ങനെ എന്താ ചെയ്തത്? പകുതി ഷൂട്ടിങ്ങിൽ ഓടിപ്പോവാൻ. ആക്ച്വലി അവർ ഈ പടത്തിലുണ്ടായിരുന്നു. ബാബ മോശായി ബന്ദിക് ബാഷ്, അവർ ഹീറോയിനായിരുന്നു. ഡയറക്ടർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനകത്ത് കുറെ കിസ്സിങ് സീൻസ് ഒക്കെ വേണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ കൂടുതലാണ്, ഇപ്പൊ തന്നെ ഒരുപാട് കിസ്സിങ് സീൻസ് ഉണ്ടെന്ന്. സോ അവര് പോയി. താങ്കൾ കാരണം? മേ ബി ഞാനായിരിക്കാം, കാരണം ഞാനല്ല അതിൽ ഹീറോ. ഞാൻ വായിച്ചിരുന്നു അവർ പറഞ്ഞതായി ഇങ്ങനെ മുഖമുള്ള ഒരാളുടെ കൂടെ എങ്ങനെ കിസ്സിങ് സീനൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഒരുപക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം. ഇതിൽ കയ്യടിക്കാൻ മാത്രം എന്താ ഉള്ളത്? സൽമാൻ ഖാനോടൊപ്പം നിങ്ങൾ പടം ചെയ്യുന്ന സമയത്ത് 2 സിനിമ ചെയ്യാനുള്ള സന്ദർഭം ലഭിച്ചിരുന്നു. ഒരു സിനിമയിൽ താങ്കൾക്ക് സൽമാനോട് ഡയലോഗ് പറയാനുള്ള സന്ദർഭം ലഭിച്ചു. ആ സീനിൽ താങ്കൾ പറയുന്നുണ്ട്, സൽമാൻ ബുർഖ ധരിച്ചപ്പോൾ നീ എന്താ വീണ്ടും ബുർഖ ധരിച്ചോ? അതെ, അങ്ങനെ തന്നെ. സൽമാന് ബുർഖ ധരിക്കാൻ സഹായിച്ചു, പക്ഷേ അദ്ദേഹം ഷർട്ട് ഊരിക്കളഞ്ഞു. ആക്ച്വലി സീന്റെ ഡിമാൻഡ് അങ്ങനെയായിരുന്നു, അദ്ദേഹം ബുർഖ ധരിക്കണം. പക്ഷെ ചില സമയത്ത് അദ്ദേഹം ഇറിറ്റേറ്റ് ആവും ഇടക്കിടക്ക്. ആ ബുർഖയൊക്കെ വലിച്ചു കളഞ്ഞ് മതി പോന്ന് പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെതായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഞാൻ സംസാരിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. താങ്കൾക്ക് ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? അതെ, അങ്ങനെയുള്ള ഡയലോഗ്സ് അദ്ദേഹം പറഞ്ഞത്. ആക്ച്വലി അത് എന്റെ ഡയലോഗ് ആയിരുന്നില്ല. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇത് നീ സംസാരിക്കൂന്ന്. ढक अपना ये नकाब वकाब जो है क्या थोड़ा अच्छे से चलो. അങ്ങനെയല്ലേ? हाँ, नज़ाकत के साथ चलो एक्चुअली. സ്റ്റൈലിഷായി നടക്ക് എന്നൊക്കെ. പിന്നെ റേസിൽ ഷാരൂഖ് ഖാനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യസ്തത തോന്നിയോ? അദ്ദേഹം തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ട്, അദ്ദേഹം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു 5-6 വേർഷൻ സീൻസ് കയ്യിലുണ്ടാകും. അപ്പോൾ രണ്ടുപേർക്കും അത് അങ്ങനെ തോന്നും, ഇത് വ്യത്യസ്തമായി എങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് എല്ലാം സ്പോട്ടിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അതായത് സൽമാൻ ഖാൻ സിനിമ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ സിനിമ ചെയ്യുന്ന സമയത്തോ അവർ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ ഡോമിനേറ്റ് ചെയ്യുമെന്ന്, മറ്റുള്ളവർക്ക് അവരുടെ ടാലന്റ് കാട്ടാനുള്ള സന്ദർഭം കൊടുക്കാറില്ലെന്ന്. ഇല്ല, ഐ തിങ്ക് ഇത് എവിടെങ്കിലും സംഭവിച്ചിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. റൈസൽ ആക്ച്വലി ഷാരൂഖ് ഖാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ക്യാരക്ടറും അതിന്റെ സ്ട്രക്ചറും ആക്ച്വലി വളരെ വലുതാണെന്ന്. അതിന് പ്രോപ്പറായിട്ടുള്ള റെസ്പെക്ട് ഞാൻ എപ്പോഴും നൽകുന്നു പറഞ്ഞു. അങ്ങനെയായിരുന്നു അദ്ദേഹം. പിന്നെ അമീർ ഖാൻ? അദ്ദേഹത്തിനൊപ്പം ഞാൻ അദ്ദേഹത്തിന്റെ തലാഷ് എന്ന സിനിമ ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു. സോ അദ്ദേഹത്തിന്റെ പടത്തിൽ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ടാവും, ഷോട്ട്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും, നന്നായി ചെയ്യും. പിന്നെ ഞാൻ അറിഞ്ഞത് ശ്രീദേവി താങ്കൾക്ക് വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മോം സിനിമയിൽ സൈൻ ചെയ്യുന്നതെന്നാണ്. അതെ, അവരെ വളരെ ഇഷ്ടമാണ്. പക്ഷെ വളരെ ലേറ്റായിട്ടാണ് സന്ദർഭം കിട്ടിയത്. ഞാൻ അവരുടെ പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരെങ്ങനെയുള്ള ആക്ട്രസ് ആണെന്ന് വെച്ചാൽ അവർ എല്ലാവിധ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. കമേഴ്ഷ്യൽ പടങ്ങളും ചെയ്തിട്ടുണ്ട്, ഡാൻസിലും പെർഫെക്റ്റ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സദ്മ പോലുള്ള പടങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നല്ല അടിപൊളി പെർഫോമൻസ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ പെർഫോമൻസിൽ ചെറിയ ബ്യൂട്ടി ഉണ്ടായിരിക്കും, അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഒപ്പം ഒരു പടം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. താങ്കൾ തുടക്കത്തിൽ സിനിമ ചെയ്യുന്ന സമയത്ത്, കുറച്ച് സഫർ ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നത്, ഒരുപക്ഷെ എനിക്ക് കാശ് ആവശ്യമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ഒരു ഷുഗർ മില്ല് ആരംഭിച്ചേനെയും എനിക്ക് പണം പ്രധാനമല്ലെന്ന്. അതെ, എനിക്ക് കാശ് പ്രധാനമല്ല, എനിക്ക് കാശ് പ്രധാനമായി തോന്നിയിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നത് ലൈഫിൽ കാശാണ് പ്രധാനമെന്ന്. അതായത് കാശ് നമ്മുടെ പുറകെ വരുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം, അതാണ് നമ്മുടെ ലൈഫിന്റെ വിജയം. പക്ഷേ ഇപ്പോൾ താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഹയസ്റ്റ് പെയ്ഡ് ആർട്ടിസ്റ്റ് ആകാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അതായത് ഹയസ്റ്റ് പെയ്ഡ് ആക്ടർ, എല്ലാവരും അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്, കൂടുതൽ പേയ്മെന്റ് മേടിക്കുന്ന ആളെന്ന്. ഞാൻ എന്റെ പേയ്മെന്റ് തീരുമാനിച്ചിട്ടുള്ള താങ്ക്സ് ടു ഫിലിം ഇൻഡസ്ട്രി. ഫിലിം ഇൻഡസ്ട്രിയാണ് എന്റെ പേയ്മെന്റ് തീരുമാനിച്ചത്, അല്ലാതെ ഞാനല്ല. പിന്നെ കുറച്ച് അറഗൻസ് വന്നു ഇപ്പോഴോ? ഇല്ല, അരഗൻസ് ഒന്നുമില്ല. ഇതാ നോക്ക്, താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നത്, ഒരുപക്ഷെ ഞാൻ ഹോളിവുഡിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള സ്റ്റാർസിനെയൊക്കെ ഒരു വഴിയാക്കുമെന്ന്.
ഐ തിങ്ക് ഞാൻ അത് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിലായിരിക്കും. അതായത് എൻ്റെ കയ്യിൽ ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ ഞാൻ ഹോളിവുഡ് പടം ചെയ്താൽ പിന്നെ എൻ്റെ കയ്യിൽ യു ആർ ദ ബിഗ് അങ്ങനെ ആകും. അതെന്താണെന്ന് അറിയില്ല. നമ്മുടെ പടങ്ങളിൽ കുറച്ചധികം പ്രൗഡ് ഫീലിംഗ് ഉണ്ടാകും. പിന്നെ പവർഫുൾ കൺട്രീസ് കാണുമ്പോൾ നമുക്കുള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. അവരുടെ പടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ പടങ്ങൾ അത്രമാത്രം ഇല്ലല്ലോ എന്ന്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പടങ്ങൾ പ്രൗഡായി ഫീൽ ചെയ്യാൻ മാത്രം ഉണ്ട്. ഐ തിങ്ക് വേൾഡിൽ തന്നെ നമ്മൾ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ പടത്തിലെ കണ്ടന്റാണ് പ്രധാനമായിട്ടുള്ളത്. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം, എല്ലാവരും ഞാൻ ഹോളിവുഡ് പടം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ആ കോംപ്ലക്സ് എന്തുകൊണ്ടാണ് ഉള്ളതെന്ന് അറിയില്ല. ബട്ട് ഐ തിങ്ക് നമ്മൾ നല്ല പടങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. നല്ല കാര്യം തന്നെ. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? അതാ അവിടെ. സാർ, ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാർ, നിങ്ങൾ കിക്ക് മൂവിയിൽ ചിരിച്ചതുപോലെ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് ചിരിച്ചു കാണിക്കാമോ സാർ? അത് ആക്ച്വലി ഡയലോഗിനൊപ്പം ഉള്ളത് കൊണ്ട് ഡയലോഗ് ഞാൻ പറയാം. അത് पैदा तो मैं भी शरीफ हुआ था, पर शराफत से अपनी कभी नहीं बनी. ज़रा हम भी तो देखें कि हमसे बड़ा शैतान कौन पैदा हुआ.